റൈറ്റ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഞായറാഴ്ച മഴയ്ക്ക് കാരണം പോകാറില്ല. വെയിലൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു അടുത്തുള്ള എവിടേക്കെങ്കിലൊക്കെ ഒന്ന് പോകാൻ. അങ്ങനെ ഇപ്പോൾ അടുത്ത് നമ്മുടെ അടുത്തുള്ളൊരു സ്ഥലമാണ് ആനക്കോട്ട. അപ്പോൾ അമ്പലത്തിലേക്ക് വരുന്ന എല്ലാവരും, ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്ന എല്ലാവരും ഇവിടെയും കൂടിയും വരാറുണ്ട്. അപ്പോൾ നമുക്ക് തൊട്ടടുത്തായ കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാം. അപ്പോൾ ഞങ്ങളൊന്ന് ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ടാവും. ചേട്ടാ 2 കിലോമീറ്റർ ഒരു 1.5 കിലോമീറ്റർ അത്ര അടുത്താണ്. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ ആനക്കോട്ട എത്തി. പിന്നെ അവിടെ കുറേ ആനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിറച്ച് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ ഭയങ്കര ചൂടൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. ഇപ്പോൾ മുന്നൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ടെന്ന് പറഞ്ഞല്ലോ. മുന്നൊക്കെ പോകുമ്പോൾ ഇഷ്ടംപോലെ ആനകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര കുറവ് ആനകളാണ്. ഗുരുവായൂർ അമ്പലത്തിലേക്കൊക്കെ ഷെയ്ബെയിൽ കാര്യങ്ങൾക്കൊക്കെ ഇവിടെ നിന്നാണ് ആനേനെ കൊണ്ടുപോകാം. അപ്പോൾ ഇപ്പോൾ ആനകളൊക്കെ ഭയങ്കര കുറവാണ്. നമുക്ക് ആനകൾ ഇഷ്ടംപോലെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ സിനിമയിൽ ജയറാമിൻ്റെ ഒരു പടത്തിൽ ആനച്ചന്തം എന്ന് പറഞ്ഞ പടത്തിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു ഭാഗം. പിന്നെ ഇങ്ങനെ നടന്ന് നമുക്ക് ഇങ്ങനെ കുറേ അമ്പലത്തിലേക്ക് തൊഴാനൊക്കെ വന്നിട്ട് തൊഴുതിന് ശേഷം അടുത്തുള്ള സ്ഥലങ്ങൾ കാണാൻ എന്നുള്ള രീതിയിൽ ആനക്കോട്ടയ്ക്ക് വരുന്നതാണ് കുറേ ആൾക്കാരൊക്കെ. അല്ലാതെ ഇങ്ങോട്ട് മാത്രമായിട്ട് വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ ഇന്നലെ പോയിൽ വെച്ചിട്ട് കൂടുതൽ ആൾക്കാർ അമ്പലത്തിൽ തൊഴുതിന് ശേഷം ഇങ്ങോട്ട് വരുന്ന ആൾക്കാരൊക്കെ ആയിട്ട് നമുക്ക് തോന്നും. ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ടാവും അങ്ങനെയൊക്കെ കേട്ടോ. അങ്ങനെ നമുക്ക് കുറേ ആനകൾ കാണാം. പിന്നെ മതപ്പാടിലുള്ള ആനകളായാലും നമുക്ക് അവിടെ പോയാൽ കാണാൻ പറ്റും കേട്ടോ. അത് ഇനി വരുന്ന ഭാഗങ്ങളിൽ കാണുന്നുണ്ട് ആനകൾ കിടന്ന് ഇങ്ങനെ തലയിട്ട് ആട്ടണതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ മതപ്പാടിലുള്ള ആനകളായാലും അങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ കുറേ ആനകളൊക്കെ നമുക്ക് അവിടെ പോയി കാണാൻ പറ്റും. ആനപ്രേമികൾക്ക് ഒന്നും കൂടി ഇഷ്ടമാവും. അവിടെ നല്ലൊരു ആംബിയൻസ് ആണ്. അവിടെ ഒരു നല്ലൊരു വൈബാണ്. നമുക്ക് ചൂടെടുക്കുക കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ വേണം കഴിക്കാൻ ഐസ്ക്രീമും വെള്ളം ജ്യൂസ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ഉണ്ട്. ഇത് നല്ല രസമായിട്ടുള്ളൊരു ആനയായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ വയ്യാത്ത ആനകളും ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ ആന കേട്ടോ, ഈ ആന ഇങ്ങനെ മതപ്പാടിലുള്ള എന്തോ ആനയാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആടി നിൽക്കുകയായിരുന്നു. രസമാണ് നമുക്ക് അങ്ങനെ കാണാൻ. പിന്നെ അവിടെ ഉള്ള സെക്യൂരിറ്റി തന്നെ പറഞ്ഞു അധികം കുറേ നേരം നിൽക്കണ്ട, അതിൻ്റെങ്കിലും എടുത്തെറിയും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ പോന്നു. പിന്നെയും ഇതേപോലെ ഇനിയും വേറെ 1-2 ആനയും കൂടി അവിടെ ഉണ്ടായിരുന്നു. ഇതൊരു പാമ്പിടിച്ച പോലത്തെ ഒരു ആനയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാ സത്യ? ആനക്കോട്ട. എങ്ങനെയുണ്ട്? ഇഷ്ടമായി ആനക്കോട്ട? എത്ര പ്രാവശ്യം ഇങ്ങോട്ട് വരുന്നു? ആദ്യമായിട്ട് വരും? അല്ല നമുക്കൊരു രസത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമല്ലേ. പിന്നെന്താ ആൾക്കാരോട് പറയുള്ളു? ഇങ്ങോട്ട് വരണം. ഒരു പ്രാവശ്യമൊക്കെ വന്നിട്ട് വെറുതെ കണ്ടിട്ട് പോവാം. ആനകൾ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ കുറേ ആനകളെ ഇവിടെ കാണാൻ പറ്റും ഇല്ലേ? എന്താ ആനക്കോട്ടേനെ പറ്റിയിട്ടുള്ള അഭിപ്രായം? ആനക്കോട്ട ഭയങ്കരമായിട്ടൊരു ചരിത്രമായിട്ടുള്ള ബന്ധമുള്ള സ്ഥലങ്ങളാണ് ഈ ആനക്കോട്ട. പിന്നെ ആ ഭാഗം കണ്ട, ആ ഭാഗത്ത് കുറച്ച് വയലൻ്റായ ആനകളുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്കൊന്നും എൻട്രി ഇല്ല. ഇതിൽ ഞാൻ എടുത്തിട്ടുണ്ട് വയലൻ്റ് ആയിട്ടുള്ള ആനകളുടെ കുറച്ച് ലീലാവിലാസങ്ങൾ. നിറച്ച് മരങ്ങളൊക്കെ ഉള്ള കാരണം നല്ല കൂളിങ് കേട്ടോ. ഫുള്ള് മരങ്ങൾ, വെയിലൊന്നും ഉണ്ടാവില്ല ഇങ്ങോട്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ അമ്പലത്തിന്റെ പ്രത്യേകത ഒരു അമ്പലം പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറേ ഫിലിമുകളൊക്കെ ലൊക്കേഷനാണ്. വടക്കൻ വീരകഥ ഒക്കെ ഈ ആനക്കോട്ടയിലാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ള സിനിമ എന്ന് പറയാൻ പറ്റുമോ? ലാസ്റ്റ് വടക്കൻ വീരകഥ അല്ലാണ്ട് ഞാൻ പറഞ്ഞു തരട്ടെ. ജയറാമിന്റെ ആനയായിട്ടുള്ളൊരു പടല്ലേ അത്? അല്ലല്ല, അത് വേറൊരു ആനേനെ മറ്റേ അല്ലല്ല, അത് പട്ടാഭിഷേകം അല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പടല്ലേ വേറെ തൃശ്ശൂരൊക്കെ ഷൂട്ട് ചെയ്തിട്ട് എന്താ അതിന്റെ പേര് പടത്തിന്? ജഗതി മനസ്സിലായി.
ആനകളെ കുളിപ്പിക്കണം നമുക്ക് ഈ തമ്പാൻ, എന്തൊരു തമ്പാൻ എന്ന് പറഞ്ഞൊരു പടം. അതല്ല വേറെ പടം. ആനയായിട്ടുള്ള പടം. അപ്പം അതാണ് ഇവിടെ തൃശ്ശൂർ ഭാഷ കൊട്ടാരത്തെ എന്തുട്ടാ പ്രത്യേകത. കൊട്ടാരം പണ്ടുകാലത്തെ ചുറ്റും. പിന്നെ ഇവിടെ ഒരു സംഭവം പറയാനുണ്ട്. ഇവിടെ ഒരു സ്റ്റേജ് പോലത്തെ ഒരു സെറ്റപ്പ് കണ്ടേ. ഇവിടുത്തെ കാര്യം ചേട്ടൻ പറഞ്ഞുതരും. പറഞ്ഞേ. ഇവിടെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഏട്ടാ ഈ ഒരു സ്ഥലത്ത്. എന്നിട്ട് അത് പിന്നീട് ഇവിടുത്തെ ആന തന്നെ ആ പ്രതിമയുടെ കാര്യം ഇവിടെ ഒരു ആന ശരിക്കും ഒരു ആനയുടെ പോലത്തെ ഒരു പ്രതിമ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഇവിടുത്തെ ആന തന്നെ ആ പ്രതിമനെ അടിച്ച് തകർത്ത് അപ്പുറത്തേക്ക് വലിയ ശരിക്കും ആനയുടെ നല്ല ഭംഗിയുള്ള ഒരു ആനയാണ്. ഒരു ശില്പമായിരുന്നു അത് ഒരാള് നമ്മുടെ ഇവിടേക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള അങ്ങനത്തെ ഒരു കൾച്ചറായിരുന്നു. ഇവിടെയാണ് വടക്കൻ വീരകഥ. അങ്ങനെ കുറേ ഫിലിമുകളുണ്ട്. അതിൽ പ്രശസ്തമായ ഹരിഹരൻ്റെ വടക്കൻ വീരകഥ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്.